ഒരു പ്രാവശ്യവും കൂടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടേതിന് മാത്രമല്ല മുഴു ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തന്നെത്താൻ അർപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ ആദരവുകളും വന്ദനങ്ങളും അറിയിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം നമ്മൾ തീർന്നതിന് ശേഷം പൊതുവായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയായിരുന്നു. അല്ലെങ്കിൽ സംശയ നിവാരണം എന്ന നിലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മളായിരുന്നു. ഇന്നും അടുത്ത ചില ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തോടനുബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും അനന്തര സംഭവങ്ങളും എന്നുള്ളത്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദി ആഫ്റ്റർ ഈവൻസ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന് മുമ്പ് ഈ വിഷയം പഠിക്കണമെന്ന് നമ്മിൽ പലരും പറഞ്ഞിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തോടൊപ്പം ഈ വിഷയവും നമ്മൾ പഠിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ അങ്ങനെയേ എടുക്കാതിരുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ ചേർത്തിരുന്നു, എന്നാൽ ചിലത് ചേർത്തിരുന്നില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്ന് ഓടിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ പുനരാഗമനവും നമ്മുടെ കർത്താവിൻ്റെ വരവിന് ശേഷം നടക്കുന്ന സംഭവങ്ങളും, അതിൽ ആ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ദൈവിക വിഷയങ്ങളെ നമ്മൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ടാണ് തരംതിരിക്കുന്നത്. റൂഫസ്, ദൈവിക വിഷയങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നു. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 29ന്റെ 29ാമത്തെ വാക്യം. മലയാളത്തിൽ 29 ഇല്ല, അവസാനത്തെ വാക്യം ഒന്നേ ഉള്ളൂ. വാക്യങ്ങൾ എല്ലാം ഉണ്ട്, നമ്പർ ഇട്ടതിലുള്ള തെറ്റേ ഉള്ളൂ. പ്രിന്റിങ്ങിൽ വന്ന പ്രശ്നമാണത്. നമ്മൾ അറിയുന്നത് പോലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ, 1 ഹിഡൻ തിങ്സ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളത്. 2 വെളിപ്പെട്ടിരിക്കുന്നവ, അത് നമുക്ക്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതിലെ സകല വചനങ്ങളും നാം അനുസരിച്ച് നടക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം. ഈ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ വായിക്കണം. അതുപോലെ നാം അത് പഠിക്കണം, അറിയണം. നാം അത് വിശ്വസിക്കണം, അതിനുവേണ്ടി നാം ആഗ്രഹിക്കണം. പിന്നെ നാം അത് ധ്യാനിക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം, അത് മറ്റുള്ളവരോട് അറിയിക്കണം. ഇംഗ്ലീഷിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഒന്നും അതിൻ്റെ പറയാതെ അങ്ങ് പോകുന്നത്. നിങ്ങൾക്കത് മതിയായിരിക്കുമല്ലോ. അപ്പോൾ വേഗത്തിൽ നമുക്ക് പോവുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ ദൈവിക വിഷയങ്ങളെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കുവാൻ സാധിക്കും. സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഭാവി, അൺസർട്ടൺ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല.
ഭാവി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ 4 ഫ്യൂച്ചേഴ്സ്, 4 ഭാവികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, പേഴ്സണൽ ഫ്യൂച്ചർ, വ്യക്തിപരമായ ഭാവിയെ സംബന്ധിച്ച്. ഇയ്യോബിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 1, 7, 8, 9, 14 വാക്യങ്ങളിൽ, ജോബ് 14, 1, 7, 8, 9 and 14, ഈ വാക്യങ്ങളിലൊക്കെ ഇയ്യോബ് തൻ്റെ വ്യക്തിപരമായ ഭാവിയെ പറ്റിയാണ് ആശങ്കപ്പെടുന്നത്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മരണവീടുകളിലൊക്കെ കേൾക്കുന്ന സന്ദേശമാണത്. രണ്ടാമത്തേത്, പീപ്പിൾ ആർ ആങ്ഷ്യസ് അബൌട്ട് ദ ഫാമിലി. അതിന് ഉദാഹരണം അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായിട്ട് ഇരിക്കുന്നല്ലോ. എൻ്റെ സർവസമ്പത്തിനും ഈ ദമേശക്കുകാരനായ എലയാസർ അവകാശിയാകും എന്നൊക്കെ പറഞ്ഞ് ഭാവിയുടെ സമ്പത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഭാവിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ ആശങ്കയിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. സ്തോത്രം. ചിലരൊക്കെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും മണ്ണിനെക്കുറിച്ചും റബ്ബറിനെക്കുറിച്ചും പശുവിനെക്കുറിച്ചും വണ്ടിയെക്കുറിച്ചുമൊക്കെയാണ് ആകുലപ്പെടുന്നത്. ഇത് കുടുംബത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ്. മൂന്നാമതുള്ളത്, നെബൂഖദ്നേസറിന് സംഭവിച്ചതുപോലെ എ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ, എസ്പെഷ്യലി ഓഫ് ദ നേഷൻ, രാഷ്ട്രത്തിൻ്റെ. അത് പ്രത്യേകിച്ച് അധികാരികൾക്കാണ് ഉളവാകുന്നത്. ഭാവി, ദേശത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, ചിലപ്പോൾ സഭയുടെ ഒക്കെ ഭാവി എന്താകുമെന്ന ആശങ്കപ്പെടിൽ. ദാനിയേൽ 2-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. നെബൂഖദ്നേസറിന്റെ ആദ്യത്തെ സ്വപ്നത്തോടനുബന്ധിച്ച് ദാനിയേൽ പറയുന്ന കാര്യമാണ്, നീ കിടക്കമേൽ കിടന്നു, നിന്റെ ഹൃദയത്തിൽ ആകുലപ്പെടുകയായിരുന്നു. ഞാൻ ഇത്രയൊക്കെ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആശങ്ക. നാലാമത്തേതാണ് ഫ്യൂച്ചർ ഓഫ് ദി യൂണിവേഴ്സ്. ലോകത്തിന് തന്നെ എന്ത് ഭവിക്കും, പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും എന്ന ആശങ്ക. ലൂക്കോസ് 21-ാം അധ്യായം 25 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. ഫ്യൂച്ചർ ഓഫ് ദി യൂണിവേഴ്സ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വേൾഡ്. നമ്മളത് പാട്ടൊക്കെ പാടാറുണ്ട്. സ്തോത്രം. ബുദ്ധിമാന്മാർ പലർ ഭ്രമിച്ചിടുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ആശങ്കകളാണ് ഭാവിയെക്കുറിച്ച്. കാരണം നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല. ഇപ്പോഴും ആൾക്കാർക്കൊക്കെ ആശങ്കയാണ്. പലയിടത്തും യുദ്ധങ്ങൾ കേൾക്കുന്നു, പലവിധം രോഗങ്ങൾ വരുന്നു, കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. So even now people are very much anxious and worried because don't know what will happen tomorrow. Many changes in climate, human nature, politics, so many changes happening. People are uncertain. What will happen? How to handle? വല്ലാത്ത ആശങ്കയാ. സ്തോത്രം. There is a strange truth. ഒരു പ്രത്യേകമായ സത്യം ഉണ്ട്. A strange danger is there. അതായത് earlier Christians, പണ്ട് ദൈവമക്കൾ അവരുടെ ഇടയിൽ, റൂഫസ് where are you? പണ്ട് ദൈവമക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവര് പ്രശ്നപരിഹാരം നേടി പോകുകയായിരുന്നു പതിവ്. സ്തോത്രം.
ആത്മഹത്യാ പ്രവണതയോടും ഡിപ്രഷനോടും ഒക്കെ കൂടെ വരുമായിരുന്നവർ സൗഖ്യം പ്രാപിച്ച് പോകുക പതിവായിരുന്നു. നമ്മുടെയൊക്കെ പ്രസംഗം കേട്ട് ആത്മഹത്യ ചെയ്യാൻ മരത്തിൽ കയറിയവർ ഇറങ്ങി വന്ന് രക്ഷിക്കപ്പെട്ട ചരിത്രമൊക്കെ നമുക്കുണ്ട്. ബട്ട് ടുഡേ, പക്ഷേ ഇന്നത്തെ അവസ്ഥയോ വളരെ മാറിയിരിക്കുന്നു. സ്തോത്രം. ചങ്ങലകളിൽ ബന്ധിച്ച് കൊണ്ടുവന്ന വ്യക്തികൾ നമ്മുടെ ഇടയിൽ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം പ്രാപിച്ചു പോയ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവർ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ചരിത്രം നമുക്കറിയാം. പക്ഷെ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. ആത്മഹത്യ നമ്മുടെ ഇടയിലും പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ലജ്ജാകരമായ കാര്യമാണ്, അപകടകരമായ കാര്യമാണ്. സ്തോത്രം. ലജ്ജാകരമായതാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? സ്തോത്രം. അതിനുള്ള കാരണമായിട്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു കനേഡിയൻ അംബാസിഡർ ഇൻ ഈജിപ്റ്റ്, ഈജിപ്തിൽ പോയ കാനഡയുടെ അംബാസിഡർ, അദ്ദേഹം എഴുതി വെച്ച ഒരു സൂയിസൈഡൽ നോട്ടുണ്ട്, ആത്മഹത്യാക്കുറിപ്പ്. ഹെർബർട്ട് നോർമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്നെ എഴുതി, I should kill myself. No other way for me, for it is impossible for me to live without a hope. ഒരു പ്രത്യാശയില്ലാതെ ജീവിച്ചിരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് മരിക്കണം, മരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പം ആത്മഹത്യക്ക് ജനം ഇന്ന് ഒരുമ്പെടുന്നത് അവർക്ക് ജീവിച്ചിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. People don't see any reason to live for. ജീവിച്ചിരിക്കാൻ ഒരു കാരണം അവർ കാണുന്നില്ല. ഡിപ്രഷൻ, ഡിസപ്പോയിൻമെന്റ്, അൺസർട്ടനിറ്റീസ്, അനിശ്ചിതത്വം, നിരാശ, വല്ലാത്ത ആശങ്ക, ആ നിലകളിൽ ജനം ജീവിക്കുന്നത് കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ജനം ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ചില ഫാക്ട്സ്, ചില യാഥാർത്ഥ്യങ്ങൾ. സ്തോത്രം. ഒന്നാമത്തേത്, നോ റിലീജിയൻ, സെക്ട്, ഗ്രൂപ്പ്, അതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കാം ഒക്കെ ചേർത്തോണം. സ്തോത്രം. ഷെഡ്സ് ലൈറ്റ് ഓൺ ദ ഫ്യൂച്ചർ. സ്തോത്രം. ഈ ലോകത്തിലുള്ള ഒരു മതവും, ഒരു റൂഫസ്, യു കം ഹിയർ, ഈ ലോകത്തിലുള്ള ഒരു മതവും, ഒരു ഫിലോസഫി, തത്വശാസ്ത്രവും, ഒരു ഇസങ്ങളും, രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ഇവയൊന്നും തന്നെ ഭാവിയെക്കുറിച്ചുള്ള വെളിച്ചം വീശുന്നില്ല. ഭാവിയെക്കുറിച്ച് ഒന്നുമേ തന്നെ പ്രതീക്ഷകളോ പ്രത്യാശകളോ നൽകുന്നില്ല. ലോകത്തിലുള്ള ഒരു നേതാക്കന്മാരും, രാജാക്കൾ, മഹത്തുക്കൾ, ഇവരാരും തന്നെ അങ്ങനെയുള്ള ഒരു ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോ പ്രത്യാശയോ നൽകുന്നില്ല.
അതുപോലെ തന്നെ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന വിഷയങ്ങളിൽ ആർക്കും തന്നെ നിയന്ത്രണമില്ല. നോ അതോറിറ്റി ഓവർ ദ ഫ്യൂച്ചർ തിങ്സ്. ഒന്നിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. സ്തോത്രം. പിന്നെ ആകെക്കൂടെ പറയുന്നത് വി ട്രസ്റ്റ് ഇൻ ദ ഫെയ്റ്റ്. വിധിയ, തലയിലെഴുത്ത എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതേ ഉള്ളൂ. So in that way there is no hope at all. ആർക്കും ഒരു പ്രത്യാശയുമില്ല. ഇപ്പോഴും നമ്മൾ കണ്ടല്ലോ, കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം രാഷ്ട്രീയ നേതാക്കൾ, സെലിബ്രിറ്റീസ്, ഹൈ പ്രൊഫൈൽ പ്രൊഫഷണൽസ്, ഭയങ്കര ബിസിനസ്സുകാര്, വളരെ സൗന്ദര്യവും ആരോഗ്യമുള്ളവര്, പ്രശസ്തരായവര്, ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ, നോ റീസൺ ടു ലീവ് ഫോർ, നോ ഹോപ്പ് അറ്റ് ഓൾ. സ്തോത്രം. There comes the good news. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് ഒരു സുവാർത്ത, ഒരു സദ്വർത്തമാനമുള്ളത്. സ്തോത്രം. The way is Christianity. The way to hope, the way to good news is Christianity. The book that gives hope is the Bible. മനുഷ്യന് പ്രത്യാശ നൽകുന്ന മാർഗമാണ് ക്രിസ്ത്യാനിത്വം. മനുഷ്യന് പ്രത്യാശ നൽകുന്ന പുസ്തകമാണ് വേദപുസ്തകം. മനുഷ്യന് പ്രത്യാശ നൽകുന്ന ആളത്വമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതുപോലെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവം, വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവം, ഇസ്മേ നഹി ആയ മനെ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവമാണ്. God of the Bible is very much interested and intervening in human history. And he therefore reveals and establishes the eternal destiny. ആ ദൈവം ഭാവിയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ആ ഭാവിയെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷകൾ നൽകുന്ന വചനങ്ങളായിരുന്നു. അങ്ങനെ ലോകത്തിലെ ഒരു മതവും കൃത്യതയോടെ ഭാവിയെപ്പറ്റി പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. ഇനിയാണ് നമുക്ക് വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കേണ്ടത്, ദ ബൈബിൾ. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഇറ്റ്സ് ദ റെക്കോർഡ് ഓഫ് ദ റിവീൽഡ് വിൽ ഓഫ് ഗാഡ്. ദൈവഹിതത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട റെക്കോർഡാണ് ബൈബിൾ. ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. 2/3 of the Bible contains prophecies. ബൈബിളിലെ 2/3 പ്രവചനങ്ങളാണ്. പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഭൗമഭാവിയെക്കുറിച്ചുള്ളതല്ല. സ്തോത്രം. അതുപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടതാണ്, 2 പത്രോസ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പ്രവചനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം. സ്തോത്രം. ഈ പ്രവചനങ്ങളെല്ലാം വാഗ്ദത്തങ്ങളാണ്. വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രത്യാശ നൽകുന്നു. പ്രത്യാശ ഉണ്ടെങ്കിൽ ആകുലതയില്ല. സ്തോത്രം.
എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? സ്തോത്രം. Okay. So we know the purpose of the prophecy as per 2 Peter 1 verse 19. ഉദയനക്ഷത്രം ഉദിക്കുവോളവും. സ്തോത്രം. നേരം വെളുക്കുവോളവും ഉദയനക്ഷത്രം, സ്തോത്രം, നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കുവോളവും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതുന്നതിന് വേണ്ടിയാണ് ഈ തിരുവെഴുത്തുകളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. ഈ തിരുവെഴുത്തുകളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. നാം അതേക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പ്രവചനങ്ങൾ നമുക്ക് വാഗ്ദത്തങ്ങളായി നിൽക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഹോപ്പ്, പ്രത്യാശ നൽകുന്നു. പ്രത്യാശ ഉള്ളത് കൊണ്ട് നിരാശയ്ക്ക് സ്ഥാനമില്ല. ജീവിതത്തിൽ എത്ര ക്ലേശകരമായ കാര്യങ്ങൾ വന്നാലും നാം ആകുലപ്പെടാതെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നിൽക്കുന്നത്, സ്തോത്രം, നമുക്ക് ഈ പ്രത്യാശ കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ആ പ്രത്യാശയിലേക്കാണ് നാം വരുന്നത്. സ്തോത്രം. ബൈബിളിലുള്ള ചില പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങളെ ഓടിച്ചൊന്ന് പറയാം. സ്തോത്രം. Some promises, prominent promises of the Bible, not all, but prominent promises, especially in the New Testament. One, promises about meeting our daily needs. നമ്മുടെ ഈ ലോക ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെ നൽകിത്തരാം എന്ന ദൈവത്തിന്റെ വാഗ്ദത്തം. മത്തായി 6:33 വാക്യം, 24 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെടുത്ത് 2 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, 33 and 25. ഓൾസോ 2 Peter 1:3, 2 പത്രോസ് 1:3 വാക്യം, നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമ്മുടെ ദൈവം നൽകിത്തരുന്നു, അല്ലെങ്കിൽ നൽകിത്തരും എന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. ഇങ്ങനെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ. രണ്ടാമത്തേതാണ് അബൌട്ട് ദ മെറ്റീരിയൽ റിവാർഡ്സ്. മെറ്റീരിയൽ റിവാർഡ്സ്. മത്തായി 19:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. അതുപോലെ മർക്കോസ് 10:28 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ഉള്ള പ്രതിഫലങ്ങളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അഥവാ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതാണ് പ്രോമിസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം. സ്തോത്രം. യോഹന്നാൻ 14:23 വാക്യം, അതുപോലെ മത്തായി 28:20 വാക്യം. സ്തോത്രം. The third promise is promise about the presence of God. സ്തോത്രം. കിട്ടിയോ? യോഹന്നാൻ 14:23, ജോൺ 14:23 and Matthew 28 verse 20. സ്തോത്രം. ഈ വാക്യങ്ങളിലാണ് നാം വാഗ്ദത്തത്തെ കാണുന്നത്. സ്തോത്രം. Which is before John 14:23, Pastor?
തേർഡ് പ്രോമിസ്. ഫസ്റ്റ് റെഫറൻസ് എന്തുവാ? John 14:23. അതാണ് ഫസ്റ്റ്. Yeah. Okay. Yeah. And Matthew 28:19 and 20. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം. ഓക്കെ. നാലാമത്തേത് ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം. അപ്പോസ്തല പ്രവൃത്തികൾ 1:4, എഫേസ്യർ 1:14. സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. അഞ്ചാമത്തേത് പ്രോമിസ് ഓഫ് ഹിയറിംഗ് അവർ പ്രേയേഴ്സ് ഓർ ആൻസറിങ് അവർ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന, അവയ്ക്ക് ഉത്തരം നൽകിത്തരുന്ന വാഗ്ദത്തമാണ്. 1 യോഹന്നാൻ 5:14. യോഹന്നാന്റെ സുവിശേഷം 14:14. യോഹന്നാന്റെ സുവിശേഷം 16:23-24 വാക്യങ്ങൾ. ഇവിടെയെല്ലാം കർത്താവ് നമുക്ക് ദൈവഹിതപ്രകാരം നാം ചെയ്യുന്ന പ്രാർത്ഥനകളെ കർത്താവ് കൈക്കൊള്ളുന്നു, കേൾക്കുന്നു, ഉത്തരം തരുന്നു എന്ന വാഗ്ദത്തം കാണുവാൻ സാധിക്കും. ആറാമത്തെ വാഗ്ദത്തമാണ് ദ പ്രോമിസ് ഓഫ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവന്റെ വാഗ്ദത്തം. നിത്യജീവന്റെ വാഗ്ദത്തം. 1 John 2:25. 1 യോഹന്നാൻ 2:25 വാക്യത്തിലാണ്. ചില സ്ലൈഡ്സ് വെളിപ്പെട്ടു വരുന്നില്ല. ഓക്കെ. ഏഴാമത്തെ വാഗ്ദത്തം ദ അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ്, ദ പ്രോമിസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. 2 Peter 3:9. 2 പത്രോസ് 3:9 വാക്യത്തിൽ നാം അത് കാണുന്നു. അവന്റെ വരവിന്റെ വാഗ്ദത്തം. വേറെ ചില നമുക്കറിയാം. ദ പ്രോമിസ് ദാറ്റ് ക്രൈസ്റ്റ് വിൽ ടേക്ക് us with him. കർത്താവ് നമ്മെ തന്നോട് കൂടെ കൊണ്ടുപോകും എന്ന വാഗ്ദത്തം. യോഹന്നാൻ 14:3. John 14:3. അവിടെ തന്നെയുണ്ട് 9ാമത്തെ വാഗ്ദത്തം, 9th പ്രോമിസ്. We will be seated with him. കർത്താവ് നമ്മെ കൊണ്ടുപോവുക മാത്രമല്ല, തന്നോട് കൂടെ ഇരുത്തും എന്ന വാഗ്ദത്തമുണ്ട്. സ്തോത്രം. അതും അതേ വാക്യം തന്നെയാണ്. യോഹന്നാൻ 14:3. 10ാമത്തെ വാഗ്ദത്തം we will be like him. നമ്മൾ അവനോട് സമന്മാരാകും. കർത്താവ് നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കും എന്ന വാഗ്ദത്തം. ഈ വാഗ്ദത്തങ്ങളൊന്നും ഈ ലോകമനുഷ്യർക്കില്ല കേട്ടോ. ലോകത്തിലെ നമ്പർ 1 പണക്കാർക്കില്ല. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവർക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ളവർക്ക് ഈ വാഗ്ദത്തങ്ങളില്ല. എന്നാൽ നമുക്ക് കർത്താവ് ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ സന്ദർഭങ്ങളിലും we don't lose hope. നാം പ്രത്യാശ നഷ്ടപ്പെട്ടവരായി തീരുന്നില്ല. സ്തോത്രം. നമുക്ക് we have a reason to live. നമുക്ക് സ്തോത്രം ജീവിക്കുവാൻ കാരണമുണ്ട്. സ്തോത്രം. നമുക്ക് സന്തോഷിക്കുവാൻ കാരണമുണ്ട്. നമ്മൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരായിത്തീരും. കർത്താവിനോട് നാം അനുരൂപരായിത്തീരും. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ടുമുണ്ടല്ലോ. സ്തോത്രം. 11ാമത്തേത് we have an inheritance.
വി ഹാവ് ആൻ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. നമുക്കൊരു നിത്യമായ അവകാശം ലഭിക്കും, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും എന്ന വാഗ്ദത്തം. കൊലോസ്യർ 1:12. സ്തോത്രം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ പ്രാപ്തന്മാരാക്കിയ ദൈവം. സ്തോത്രം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്, അതെ, ഒരവകാശം നമുക്കുണ്ട്. ആക്ട്സ് 20:32, അപ്പോസ്തല പ്രവൃത്തികൾ 20:32 നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. വേറെ കുറെ വാഗ്ദത്തങ്ങളുണ്ട്, അവയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ 12-ാമത്തേതായിട്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശുശ്രൂഷാപരമായ വാഗ്ദത്തങ്ങളാണ്. മിനിസ്റ്റീരിയൽ പ്രോമിസസ്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമെന്നും നമ്മളെ കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യിക്കുമെന്നുമൊക്കെ ശുശ്രൂഷാപരമായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. സ്തോത്രം. ഇങ്ങനെ ധാരാളം വാഗ്ദത്തങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. മോനെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റിട്ടേൺ ടു നോർമൽ. ഇത് കഴിഞ്ഞിട്ട് അടുത്തിട്ടാൽ മതി. ഈ പറയപ്പെട്ട വാഗ്ദത്തങ്ങളിൽ എങ്ങാനും ഇന്ന് നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടോ? സ്തോത്രം. ഇന്ന് പൊതുവെ നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് സകലമാന പേർക്കും അങ്ങ് പ്രോഫറ്റിക്കൽ മിനിസ്ട്രിയാണ്. ഇന്ന് എല്ലാവരും, ഇന്ന് പാസ്റ്റർമാരും ഇവാഞ്ചലിസ്റ്റുകളും ആരും ഇല്ല. എല്ലാം അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. തന്നെ അങ്ങ് പേരെടുക്കുക. നമ്മൾ അതിനെക്കുറിച്ചും നമ്മുടെ ഒരു ക്ലാസ്സിൽ പഠിച്ചതായതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല. ഈ പ്രവചനാഭിഷേകമെന്നും പ്രോഫറ്റിക്കൽ മിനിസ്ട്രി, പ്രോഫറ്റിക്കൽ കോൾ, പ്രോഫറ്റിക്കൽ അനോയിന്റിങ് എന്നൊക്കെയാണ് ഇവരിങ്ങനെ ഈ പറയുന്നത്. എന്തുവാ ഈ പ്രോഫസി എന്ന് പറയുന്നത്? ഇവർ പറയുന്നത്, അവർ പറയുന്ന പ്രോഫസീസ് ഒക്കെ ഇന്ന് 3 പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. നിന്റെ 3 പ്രശ്നങ്ങൾക്ക് പരിഹാരം. വസ്തു സംബന്ധമായ തർക്കത്തിന് പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നിന്റെ വിദേശയാത്ര സംബന്ധിച്ച്, അതുകൊണ്ട് ഇന്ന് പാസ്പോർട്ടും കൊണ്ടൊക്കെയാ പലരും പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. എംബസിയിലും മറ്റും പാസ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ പ്രവാചകന്മാരെ കൊണ്ട് സീലടിപ്പിക്കും പാസ്പോർട്ടിൽ. നിങ്ങളതൊക്കെ കാണുന്നവരായിരിക്കുമെന്ന് കരുതുന്നു. ഇതിനെയൊക്കെയാണ് ഇന്ന് പ്രോഫസി അല്ലെങ്കിൽ പ്രവചനമെന്ന് പറയുന്നത്. എൻ്റെ മേലൊരു പ്രവചനം കിടപ്പുണ്ടെന്നൊക്കെയാ പറയുന്നത്. പ്രിയരെ, തിരുവെഴുത്ത് നമുക്ക് നൽകുന്ന, വിശേഷിച്ച് പുതിയ നിയമം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളിൽ ചിലതൊക്കെയാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇനിയുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മളെ ആദരിക്കുമെന്നും കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കുമെന്നും ഒക്കെയുള്ള വാഗ്ദത്തങ്ങൾ വേറെ കിടക്കുന്നു. കർത്താവിൻ്റെ മുഖം നമ്മൾ കാണുമെന്നും കർത്താവിനെ താൻ ഇരിക്കുമ്പോൾ കാണുമെന്നും ഒക്കെയുള്ള വാഗ്ദത്തങ്ങൾ വേറെ കിടപ്പുണ്ട്. അതൊന്നും ഞാനിവിടെ സൂചിപ്പിച്ചില്ല എന്ന് മാത്രം. അത്യാവശ്യം ഒരു റൂട്ട് പിടികിട്ടാൻ, വഴി മനസ്സിലാക്കാൻ ഇത്രയും മതിയെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എഴുതി കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അല്പം വേഗതയിലാണ് പോയത്. നമ്മുടെ സാധാരണ പേസിൽ കൂടുതൽ വേഗതയില്ല ഞാൻ പോയതെന്ന് എനിക്കറിയാം. ശരി, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. സ്തോത്രം.
എസ്കറ്റോളജി ഭാവികാല ശാസ്ത്രമെന്നും അന്ത്യകാല ശാസ്ത്രമെന്നും ഒക്കെയാണ് ഇതിനെ വിളിക്കാറ്. എസ്കാറ്റോളജി, എസ്കാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എസ്കാറ്റോളജി വന്നത്. എസ്കാറ്റോസ് എന്ന് പറഞ്ഞാൽ എൻഡ് അല്ലെങ്കിൽ ഫൈനൽ, അവസാനത്തേത്, അന്തിമമായത് എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് എസ്കാറ്റോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി അബൌട്ട് ദ ഫൈനൽ തിങ്സ്, അന്ത്യകാല വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന്, അതായത് യേശുക്രിസ്തുവിന്റെ വരവും അനന്തര സംഭവങ്ങളും എന്ന വിഷയത്തിന്റെ പഠനത്തിന് പറയുന്ന പേരാണ് എസ്കാറ്റോളജി. ഭാവികാല ശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം, യുഗാന്ത്യ വിജ്ഞാനീയം എന്നൊക്കെ ഈ വിഷയത്തെ വിളിക്കാറുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിൽ 2 പ്രയോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 2 പ്രയോഗങ്ങൾ. ഒന്ന് എസ്കാറ്റായി ഹെമറായി, 2 എസ്കാറ്റെ ഹോറ. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇത് രണ്ടും പഠിച്ചായിരുന്നു. ഭാവികാലവുമായി അല്ലെങ്കിൽ അന്ത്യകാലവുമായി ബന്ധപ്പെട്ട് 2 പ്രയോഗങ്ങളാണ് പുതിയ നിയമം നടത്തുന്നത്. ഒന്ന് എസ്കാറ്റായി ഹെമറായി എന്ന് വെച്ചാൽ ദ ലാസ്റ്റ് ടൈം, ദ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്നാണ് അതിൻ്റെ അർത്ഥം. യെശയ്യാ 2:2, മീഖ 4:1, 1 പത്രോസ് 1:20, അപ്പോസ്തലപ്രവൃത്തികൾ 2:17 തുടങ്ങിയുള്ള വാക്യങ്ങളിലൊക്കെ നാം ഈ അന്ത്യകാലം എന്ന പ്രയോഗം കാണുന്നു. രണ്ടാമത്തെ പ്രയോഗമാണ് എസ്കാറ്റെ ഹോറ. എസ്കാറ്റെ ഹോറ അത് അന്ത്യനാഴിക എന്നാണ്. അന്ത്യനാഴിക, ദ ലാസ്റ്റ് അവർ, ദ ലാസ്റ്റ് അവർ. നമ്മൾ 1 യോഹന്നാൻ 2:18 നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, എനിക്ക് ഒന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയാണ് നമ്മൾ ഈ വാക്യമൊക്കെ കണ്ടായിരുന്നു. സ്തോത്രം. ഇതാണ് എസ്കറ്റോളജി. വെളിപ്പാട് പുസ്തകവും യേശുക്രിസ്തുവിന്റെ വരവും ഒക്കെ ഈ ശാസ്ത്ര വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഇതിലെ അന്ത്യകാലം, നെക്സ്റ്റ് വൺ മനെ, അന്ത്യകാലം അപ്പോസ്തലപ്രവൃത്തികൾ 2:17 പത്രോസ് പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് നാളോടുകൂടെ തന്നെ അന്ത്യകാലം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നായിരിക്കുന്നത് അന്ത്യ നാഴികകളിലാണ്, അന്ത്യ നിമിഷങ്ങളിലാണ്. 2 തരത്തിലുള്ള എസ്കറ്റോളജിയെ കുറിച്ച് പഠിക്കാനുണ്ട്. 2 തരത്തിലുള്ള ഭാവി ശാസ്ത്രമുണ്ട്. ഒന്ന് പേഴ്സണൽ, 2 ജനറൽ. നോ മോനെ പേലെ പേഴ്സണൽ ആൻഡ് ജനറൽ. 2 തരം ഭാവി അല്ലെങ്കിൽ എസ്കറ്റോളജി, വ്യക്തിപരമായിട്ടുള്ളതും പൊതുവായിട്ടുള്ളതും. നൗ കംസ് ടു ദ നെക്സ്റ്റ്. വ്യക്തിപരമായ ഭാവി വിഷയങ്ങൾ എന്ന് പറയുന്നത് മരണം, ആത്മാവിന്റെ അമർത്യത, മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള ആത്മാവിന്റെ അവസ്ഥ, റിസറക്ഷൻ, ഉയർപ്പ്, ന്യായവിധി, നിത്യത. ഇങ്ങനെ 5-6 കൂട്ടം കാര്യങ്ങളെ വ്യക്തിപരമായ ഭാവികാല ശാസ്ത്രത്തിനകത്തിൽ പെടുത്താം. ഒന്ന് ഡെത്ത് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ മരണം. 2
ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സ്പിരിറ്റ്, ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ അമർത്യത. 3, മരിച്ചു കഴിഞ്ഞ് ഉയർക്കുന്നതിനിടയിൽ, മരണത്തിനും ഉയർപ്പിനും ഇടയിൽ ഉള്ള ആത്മാവിൻ്റെ അവസ്ഥ, ദ ഇന്ററീം സ്റ്റേറ്റ് ഓഫ് ദ സ്പിരിറ്റ് ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ഈ ആത്മാവിടെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഒന്നും വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്തതാണ്. പിന്നെ വരുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ്, പേഴ്സണൽ റിസറക്ഷൻ. പിന്നെ ന്യായവിധി, പിന്നെ നിത്യത. ഈ 5-6 കൂട്ടം കാര്യങ്ങൾ വ്യക്തിപരമായ ഭാവികാല ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഇനിയും രണ്ടാമത്തെ ഭാവികാല ശാസ്ത്രമാണ് ജനറൽ എസ്കറ്റോളജി. ആ ജനറൽ അല്ലെങ്കിൽ പൊതു യുഗാന്ത്യ വിജ്ഞാനീയം, അതിലെ പ്രധാനപ്പെട്ട വിഷയമാണ് കർത്താവായ യേശുവിന്റെ മടങ്ങിവരവ്, ദ അഡ്വന്റ് ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ്. മാനിഫോൾഡ് റിസറക്ഷൻസ്, പലവിധമായ ഉയർത്തെഴുന്നേൽപ്പുകൾ, അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡിഫറെന്റ് ജഡ്ജ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ട്രിബുലേഷൻ, മഹാപീഡനം ഉൾപ്പെടെയുള്ള വിവിധ ന്യായവിധികൾ, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ സഹസ്രാബ്ദ വാഴ്ച, മില്ലേനിയൽ റെയിൻ ഓഫ് ക്രൈസ്റ്റ്, അതും നമ്മൾ പഠിച്ചു. പിന്നെ ഇറ്റേണിറ്റി, അതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വിഷയങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇതിനെ ഒന്ന് വേറെ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 2 തരത്തിലുള്ള ഭാവികാല ശാസ്ത്രങ്ങൾ, ഒന്ന് വ്യക്തികളുടേത്, മറ്റൊന്ന് പൊതുവായിട്ടുള്ളത്. പൊതുവായിട്ടുള്ളതിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായിട്ടുള്ളതും ഉൾപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടും ഈ വിധ വിഷയങ്ങളൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ടും വിശദീകരണം ഒന്നിൻ്റെതും ആവശ്യമില്ലല്ലോ. സ്തോത്രം. അടുത്ത ഭാഗം, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ക്രോണോളജി ഓഫ് ദ ഫ്യൂച്ചർ ഈവൻസ്, ഭാവികാല സംഭവങ്ങളുടെ ഒരു സാധ്യതാ പട്ടിക. സ്തോത്രം. ഭാവികാല സംഭവങ്ങളുടെ ഒരു സാധ്യതാ പട്ടിക, എ പോസിബിൾ ക്രോണോളജി ഓഫ് ഫ്യൂച്ചർ ഈവൻസ്. തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും ക്രമാനുഗതമായിട്ടല്ല എന്ന് നമുക്കറിയാം. നോ മോനെ, മറ്റേതും ഗോ ബാക്ക്. തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും ക്രമാനുഗതമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. റൂഫസ്, ഗോ ബാക്ക്. ദൈവവചനത്തിലെ പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേത്, ഓവർലാപ്ഡ് ആണ്. ഉദാഹരണത്തിനാണ് യെശയ്യാ 52 13, 14, 15. അവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം കൊടുത്ത പ്രവചനം യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. പക്ഷെ ആദ്യം അവിടെ പ്രവചിക്കേണ്ടത് എന്തായിരുന്നു? പാഷൻ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചായിരുന്നു. 52 13, 14 ഒന്ന് വായിച്ചോളൂ. ഇത് മാറ്റിക്കുമോനെ ഇപ്പം? Behold, my servant shall act wisely. He shall be high and lifted up and shall be exalted. See, here is the
promise of the exaltation of Jesus Christ. യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തെ കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത്. Please continue. As many were astonished at you, his appearance was so marred beyond human semblance, and his form. Even that is about the crucifixion, passion, sufferings, and which culminated on the cross, crucifixion. രണ്ടാമത് പറയുന്ന പ്രവചനം ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാ. കണ്ടാൽ ആളല്ല, മനുഷ്യനല്ല എന്ന് പോലും തോന്നുമാറ് ക്രിസ്തുവിന്റെ വിരൂപതയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് എക്സോൾട്ടേഷനെ കുറിച്ചാണ്. പക്ഷെ ആദ്യം ഏതാ സംഭവിച്ചത്? സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വൺ. അടുത്ത വാക്യം കൂടെ. So shall he sprinkle many nations, kings shall shut their mouths because of him, for that which has not been told them they see, and that which they have not heard they understand. That's about the kingship of Jesus, the rulership of Jesus above all, his sovereign rule. കണ്ടോ, ഇവിടെ 3 കാര്യങ്ങളാണ് യേശുവിനെ പറ്റി പ്രവചിച്ചേക്കുന്നത്. ആദ്യം തേജസ്, മഹത്വത്തെക്കുറിച്ച്, പിന്നെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, പിന്നെ രാജത്വത്തെക്കുറിച്ച്. ഓർഡറിലാണോ കൊടുത്തേക്കുന്നത്? ക്രമാനുഗതമായിട്ടാണോ? അല്ല. വേറെയും തെളിവുകളുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് അതും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളും വിടുകയാണ്. അപ്പം തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും ക്രമാനുഗതമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല പ്രവചന പുസ്തകങ്ങളും ഏകീകരിച്ച് നമുക്ക് പഠിക്കേണ്ടതായി വരുന്നത്. ഒരുമിച്ച് സംഭവിക്കുന്ന കാലക്രമം അനുസരിച്ചല്ല കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് പല ഭാഗങ്ങളും ബൈബിളിലേത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നതും പ്രത്യേകമായ പഠനം ആവശ്യമായിട്ട് വരുന്നതും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് കാണുകയുണ്ടായി. ഇത്രയും വ്യക്തമാണോ? കുഴപ്പമില്ലല്ലോ. സ്തോത്രം. ഇതിന് ശേഷമുള്ളത് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അത് നമ്മൾ പഠിച്ചതാണല്ലോ നേരത്തെ. അതുകൊണ്ട് ഇവിടെ പറയാതെ വിടാമല്ലോ. Come on, please. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. കമ്പിവാചങ്ങളിലൊന്ന് പറഞ്ഞു പോകാം. 30ഓളം സംഭവങ്ങളുണ്ട്. ഓടിച്ച് ഒന്ന് പറയേക്കാം. മോനെ, കം ബാക്ക്. അതിൽ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു generally accepted chronological order of the future events. അതിൽ ഇപ്പോൾ നമുക്കറിയാം സഭയുടെ കാലഘട്ടം അല്ലെങ്കിൽ സഭ ഭൂമിയിലുള്ള ഒരു കാലമാണ്. ഇതിൽ ഏറ്റവും ആദ്യം സംഭവിപ്പാനിരിക്കുന്നത് ക്രൈസ്റ്റ് അഡ്വന്റ് ഫോർ ദ ചർച്ച്, സഭയെ ചേർക്കുവാൻ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ് സംഭവിപ്പാനിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, സ്തോത്രം, അതിൻ്റെ പണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ സെറ്റിങ്ങുകളൊക്കെ അല്പം കുറച്ച് വ്യത്യാസമുള്ളത് കാണാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. രണ്ടാമത്തേതാണ് ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണം. സഭയുടെ ഉൽപ്രാപണം ഇതിനെല്ലാറ്റിനും കൂടെ ഉള്ള റെഫറൻസ് ആണ്. ഒന്ന്, പല റെഫറൻസുകളുണ്ട്, ഒരെണ്ണം മാത്രം പറയുന്നു. 1 തെസ്സലോനിക്കർ 4:16, 13 തൊട്ട് 17 വരെ, പ്രത്യേകിച്ച് 16, 17 വാക്യങ്ങൾ. റാപ്ചറിന്, ഉൽപ്രാപണത്തിന് 2 വശങ്ങളുള്ളത്
രണ്ട് വശങ്ങളല്ല, രണ്ട് ഘടകങ്ങൾ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. രണ്ട്, ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഉൽപ്രാവണം അഥവാ റാപ്ചർ സംഭവിക്കുന്നത്. ഇതാണ് രണ്ടാമത്തേത്, റാപ്ചർ ഓഫ് ദ ചർച്ച്. മൂന്നാമത്തേത്, ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ ന്യായവിധി, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ. 2 കൊരിന്ത്യർ 5:10 നാലാമത്തേത്, ദ മാരിയേജ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണമാണ്. വെളിപ്പാട് 19:8 മുതൽക്കുള്ള വാക്യങ്ങൾ. 6 മുതൽ പറഞ്ഞാലും തെറ്റില്ല. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ, വിശദീകരിക്കേണ്ടതില്ല. അഞ്ചാമത്തേത്, ദ ഹെവൻലി പ്രിപ്പറേഷൻ ഫോർ ദ ഫൈനൽ റിഡംഷൻ. വെളിപ്പാട് പുസ്തകം 4 ഉം 5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന സൃഷ്ടിയുടെ പരമമായ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള സ്വർഗീയ ഒരുക്കം. സ്തോത്രം. ഹെവൻലി പ്രിപ്പറേഷൻസ് ഫോർ ദ ഫൈനൽ റിഡംഷൻ ഓഫ് ദ ക്രിയേഷൻ. സകല സൃഷ്ടികളുടെയും അന്തിമ വീണ്ടെടുപ്പിനായുള്ള സ്വർഗീയ ഒരുക്കങ്ങൾ. അതാണ് വെളിപ്പാട് 4, 5 അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ആറാമത്തേത്, the manifestation of Antichrist and one by one. Manifestation of Antichrist and confederation of 10 kingdoms. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ, അതുപോലെ വെളിപ്പാട് പുസ്തകം 11, 13, 17 അധ്യായങ്ങളിൽ കാണുന്നത് പോലെ എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ദശരാഷ്ട്ര കൂട്ടായ്മയും. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിലെ ബിംബത്തിന്റെ 10 വിരലുകൾ, ദാനിയേൽ 7-ാം അധ്യായത്തിലെ 4-ാമത്തെ മൃഗത്തിന്റെ 10 കൊമ്പുകൾ, അങ്ങനെ പല മൃഗങ്ങളെ അവിടെ 10 കൊമ്പുകൾ ഉള്ളതായിട്ട് കാണാം. അതേപോലെ തന്നെയാണ് വെളിപ്പാട് 11, 13, 17 അധ്യായങ്ങളിൽ നാം കാണുന്ന 10 കൊമ്പുള്ള മൃഗം. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ദശരാഷ്ട്ര സംഘടനയാണെന്ന്. 10 രാഷ്ട്ര സംഘടനകളുടെ കൂട്ടായ്മയാണ് എതിർ ക്രിസ്തുവിനോടുകൂടെ അന്ന് ലോകത്തിൽ ഭരിക്കുന്ന ദശരാഷ്ട്ര സംഘടന. അതാണ് ആറാമതായിട്ട് വെളിപ്പെടുന്ന ഭാവികാല സംഭവം. 7, ട്രിബുലേഷൻ, മഹാപീഡനകാലം. നമ്മൾ പഠിച്ച വെളിപ്പാട് 6 തൊട്ട് 19 വരെയുള്ള അധ്യായങ്ങൾ, അവിടെ കാണുന്ന സംഭവ വികാസങ്ങൾ, മഹാപീഡനകാലം. 8, മിനിസ്ട്രി ഓഫ് ദ 2 വിറ്റ്നസസ് ഇൻ റെവലേഷൻ 11. വെളിപ്പാട് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 2 സാക്ഷികളുടെ ശുശ്രൂഷ. 9-ാമത്തേത്, ഏരിയൽ ബാറ്റിൽ ബിറ്റ്വീൻ മൈക്കിൾ ആൻഡ് ദ ഡെവിൽ as well as their armies in Revelation chapter 12. വെളിപ്പാട് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു സ്വർഗത്തിലെ യുദ്ധം,
അല്ലെങ്കിൽ ഒരു ആകാശയുദ്ധം. ആരൊക്കെ തമ്മിലാണെന്ന് ഓർമ്മ കാണുമല്ലോ. മീഖായേലും അവന്റെ ദൂതന്മാരും ഒരു ഭാഗത്ത്, സാത്താനും അവന്റെ ദൂതന്മാരും കൂടെ മറുഭാഗത്ത്. അപ്പോൾ മീഖായേലും സാത്താനും അവരുടെ സൈന്യങ്ങളും തമ്മിലുള്ള ഒരു ആകാശയുദ്ധമാണ് ഒൻപതാമത്തെ സംഭവം. അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. 10ാമത്തെ കാര്യം, Satan enters in Antichrist. Great tribulation starts. സാത്താൻ എതിർ ക്രിസ്തുവിൽ സന്നിവേശിക്കപ്പെടുന്നു. സാത്താൻ എതിർ ക്രിസ്തുവിൽ പ്രവേശിക്കുന്നു. അതോടുകൂടെ മഹാപീഡനകാലം, അതുവരെ പീഡനമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതോടുകൂടെ മഹാപീഡനകാലം ആരംഭിക്കുന്നു. വെളിപ്പാട് 13 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. 11, the false prophet introduced and 666 implemented. കള്ളപ്രവാചകന്റെ രംഗപ്രവേശവും 666 എന്ന മുദ്രാസ്ഥാപനവും. വെളിപ്പാട് 13 11 തൊട്ട് 18 വരെ. Revelation 13:11-18. 13 11 തൊട്ട് 18 വരെ. അവിടെ നമ്മൾ കാണുന്നത് സൈറ്റനിക് ട്രിനിറ്റിയാണ്. സാത്താന്യ തൃത്വത്തിന്റെ വെളിപ്പാടാണ് നാം അവിടെ കാണുന്നത്. 12ാമത്തെ കാര്യം, the sealing of 144,000 Jews. വെളിപ്പാട് 7-14 അധ്യായങ്ങളിലായിട്ട് കാണുന്ന 144,000 യഹൂദന്മാരെ ദൈവം മുദ്രയിടുന്നതാണ് 12ാമത്തെ സംഭവം. 144,000 യഹൂദന്മാരുടെ മുദ്രീകരണം. വെളിപ്പാട് 7-14 അധ്യായങ്ങൾ. 13ാമത്തെ കാര്യം, 13, വെളിപ്പാട് 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ മത ബാബിലോണിന്റെ നാശം, അല്ലെങ്കിൽ ലോക മതത്തെ ദൈവം ന്യായം വിധിക്കുന്നു. മത ബാബിലോണിന്റെ ന്യായവിധി. The judgment of the religious Babylon in Revelation 17. അതാണ് 13ാമത്തെ സംഭവം. 14ാമത്തെ സംഭവം, 14, the destruction of the world economic system or the economic Babylon. വാണിജ്യ ബാബിലോണിന്റെ പതനം. വെളിപ്പാട് 18-ാം അധ്യായത്തിൽ. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ 30 കൂട്ടം കാര്യങ്ങൾ നേരത്തെ ഒരിക്കൽ പഠിച്ചതാണ്. എന്നാലും ഈ സീക്വൻസിൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് ഓടിച്ചു പറഞ്ഞു വിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ പോകുന്നത്. പിന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണല്ലോ. എന്നാലും വല്ല സംശയവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കുകയും വേണ്ട കേട്ടോ. സ്തോത്രം. നമുക്ക് പോർഷൻ തീർത്തിട്ട് പരീക്ഷ നടത്തേണ്ട തീർതിയിലൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് പഠിച്ചു പോകുന്നതിന് കുഴപ്പമില്ല. പിന്നെ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അല്പം വേഗതയിൽ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 14ാമത്തെ സംഭവമാണ് വാണിജ്യ ബാബിലോണിന്റെ പതനം. വെളിപ്പാട് 18-ാമത്തെ അധ്യായത്തിൽ. 15ാമത്തെ സംഭവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തോടെയും വിശുദ്ധന്മാരോടുകൂടെയും തൻ്റെ ക്രോധത്തിലും ഇറങ്ങി വരുന്ന യഥാർത്ഥ കർത്താവിൻ്റെ 2ാം വരവാണ്. സ്തോത്രം. Christ's second
advent in glory and wrath along with all of his saints. വെളിപ്പാട് 19:11 മുതൽ 16 വരെ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു മഹാ തേജസ്സോടും ക്രോധത്തോടും കൂടെ തൻ്റെ വിശുദ്ധന്മാരുമൊത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ യഥാർത്ഥ പുനരാഗമനം. സ്തോത്രം. രണ്ടാം വരവാണ്. ബാക്കി 15 കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആകാം. എന്താ? സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതുണ്ടോ? സ്തോത്രം. ഒന്നുമില്ല എങ്കിൽ പ്രിയരെ, നമ്മൾ എത്തി നിൽക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അന്ത്യപാദത്തിങ്കലാണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്ന വരവിനായിട്ട് ഒരുങ്ങാം. ആ പ്രത്യാശയോടെ നിരാശകളെയും അനിശ്ചിതത്വങ്ങളെയും അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ലോകമനുഷ്യർ ആശങ്കയിൽ കുടുങ്ങി ആത്മഹത്യയിൽ അഭയം തേടുമ്പോൾ, അങ്ങനെ തീയിൽ പോലും കിടക്കുന്ന ചിലരെ ഭയത്തോടെ നമുക്ക് കരകയറ്റി, ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.